അതായത് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്? എന്താണ് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്? നമ്മൾ സ്വയം മാറുക എന്നുള്ളത്. നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ജോസഫ് സാർ ഈസ് ജോസഫ് സാർ, ഒരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ലൈഫിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ഏജ് എല്ലാം ഉള്ള ആ എക്സ്പീരിയൻസ് മുഴുവൻ ഒറ്റ വാക്കിൽ ഉത്തരമായിട്ട് വന്നു. അതായത് നമ്മളൊക്കെ തിരിച്ചറിയണം, ഇന്ന് ഞാൻ എന്തെങ്കിലും നേടിയിട്ടോ നഷ്ടപ്പെടുത്തിയിട്ടോ ഉണ്ടെങ്കിൽ അത് ഇന്ന് വരെയുള്ള എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അറിവ്, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ആർജിച്ച വൈദഗ്ധ്യം, അതിലൂടെയാണ് ഞാൻ ഇതുവരെ എന്തെങ്കിലും നേടിയിട്ടോ നഷ്ടപ്പെടുത്തിയിട്ടോ ഉണ്ടെങ്കിൽ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴുള്ളതിനേക്കാൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് ഞാൻ യോഗ്യനാണോ എന്നുള്ളതാണ് പ്രശ്നം. എവിടുന്നെങ്കിലും ഞാൻ ആവശ്യമുള്ള, എനിക്ക് ആവശ്യമുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ ഒരു പണം ഉണ്ടാക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ? വലിയൊരു ക്വസ്റ്റ്യനാണ്. ഈ യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിച്ചറിഞ്ഞ് അത് കണ്ടെത്തുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാസം എത്ര രൂപയാണോ ഞാൻ ഏൺ ചെയ്യുന്നത്, ഇത്രയും ഏണിങ് എന്തായാലും ഒരു 5 വർഷം മുമ്പ് എനിക്കില്ല, ഒരു സംശയമില്ല. കാരണം ഇപ്പം ഞാൻ ഒരു മന്ത് ഏൺ ചെയ്യുന്നതിൻ്റെ പകുതി പോയിട്ട് ഒരു 4/1 പോലും ഒരു 5 വർഷം മുമ്പ് ഏൺ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളും ഓരോരുത്തരും നോക്കുക, ഇപ്പം നിങ്ങൾ ഏൺ ചെയ്യുന്നത് എന്താണ്? ഒരു 5 വർഷം മുമ്പേ ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വയം നോക്കുക. ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 2 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് വേണം? ഇതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു, SMT ഉണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. കുഴപ്പിക്കുന്ന ചോദ്യമാണ് സാറേ. ഉണ്ടായിരുന്നില്ല? സാധ്യത ഇവിടെ ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പെർട്ട് ആയതിനു ശേഷമേ നമുക്ക് പറ്റുള്ളൂ. സാധ്യത തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. എന്താണ് എക്സ്പെർട്ടൈസ്? അല്ല സാറേ, സാർക്ക് ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് പര്യാപ്തമാണെന്ന് അറിയണത് നമ്മൾ അത് സെലക്ട് ചെയ്ത് നമുക്ക് പോരായ്മ തോന്നുമ്പോഴല്ലേ സാറേ അത് എന്തൊക്കെ വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. ആയിട്ടില്ലല്ലോ സാറേ. അത് വെറുതെ പറയുന്ന സാറേ, ആയിട്ടില്ല എന്നുള്ളത് വെറുതെ പറയുന്നത്. ആയിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ലക്ഷ്യബോധമില്ല. അതായത് സത്യത്തിൽ നമുക്കൊന്നും എവിടെ എത്തണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ദിശാബോധം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഒരു സംശയമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടി. പക്ഷേ ഇപ്പോഴും ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ ചോദിച്ചത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആരെങ്കിലും പറഞ്ഞോ എനിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇത്ര മടങ്ങ് എൻ്റെ ലൈഫ് മെച്ചപ്പെടണം? ഞാൻ പറഞ്ഞു സമ്പത്ത് ഉണ്ടാക്കണം, പണം ഉണ്ടാക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ പണം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ജോസഫ് സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാറാതെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം നേടാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? ഉണ്ടോ? അതിനാദ്യം വേണ്ടത് നമ്മളുടെ ഈ ഒളിച്ചുകളി മടി മാറണമെന്നാണ്. മടി എന്നുള്ള വാക്ക് തന്നെ പറയുന്നത്. കാരണം പലർക്കും എന്താണ് ആവശ്യമുള്ളതെന്ന് പോലും പറയാൻ അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് ആവശ്യമുള്ളതെന്നുള്ളത് ഡിസൈൻ ചെയ്യാൻ അറിയില്ല, അത് പറയാനുള്ള മടിയാണ്. അല്ലെങ്കിൽ സമ്മതിക്കാൻ മടിയാണ്. എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് സമ്മതിക്കാൻ മടിയാണ്. നമ്മുടെ മൈൻഡിന് തന്നെ ഒരു ഉറപ്പില്ലാന്ന് ഇന്നത് വേണം എന്നുള്ളത്. ഉറപ്പില്ലാത്തൊരു സാധനം എങ്ങനെ നമുക്ക് നേടാൻ പറ്റും നമ്മുടെ ലൈഫിൽ? ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ മാർഗം നമ്മൾ പണിയെടുക്കും മാറ്റും. ലക്ഷ്യം ക്ലിയർ അല്ലെങ്കിൽ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, അത് എളുപ്പം നേടിയെടുക്കാൻ പറ്റില്ല. ആദ്യം മെച്ചപ്പെടാൻ എന്ത് ചെയ്യണം നോക്കണം. ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ഈ മെച്ചപ്പെടലുകൾ നിരന്തരം ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താണോ ക്ലിയർ ആവാത്തത് അത് ഈസിയായിട്ട് ക്ലിയർ ആവും, ഒരു ബുദ്ധിമുട്ട് അവിടെ ഇല്ല. പക്ഷേ ഈ മെച്ചപ്പെടുത്തൽ എന്ന പ്രക്രിയയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത്. അപ്പോൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യത്തിന് നമുക്ക് ആദ്യം സമ്മതിക്കാൻ പഠിക്കണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന സ്ഥലത്തേക്ക് ഇന്ന കാലം കൊണ്ട് ഞാൻ ഇന്ന രീതിയിലേക്ക് എത്തിപ്പെടണം. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പേര് നേരത്തെ വിളിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നു പറയുന്നൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നമ്മളൊരു ഈ വർഷത്തേക്കുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം.
ഈ പ്ലാൻ അനുസരിച്ച് ആരൊക്കെ പ്രവർത്തിച്ചു, ആർക്കെങ്കിലൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും? കഴിഞ്ഞ വർഷത്തെ ആർക്കെങ്കിലും ലക്ഷ്യത്തിലെത്താൻ പറ്റും? കഴിഞ്ഞ വർഷത്തെ ആരും ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഡിസംബറിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ 2024 എങ്ങനെയായിരിക്കണം, ഈ 2024ലേക്ക് നമ്മൾ എന്താണ് നമ്മളുടെ ഈ ടാർഗറ്റ് എന്നുള്ളതിനേക്കാൾ നമ്മൾ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതിനെന്ത് ചെയ്യണം, എന്തൊക്കെയായിരിക്കണം നമ്മുടെ കാൽക്കുലേഷൻ, എങ്ങനെ ആ രീതിയിലേക്ക് പോകണം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ആരെങ്കിലും അത് ഫോളോ ചെയ്തിരുന്നോ? അച്ചു സാർ, യെസ്. പിന്നെ എത്ര ശതമാനം എത്തിപ്പെട്ടോ? ട്രാൻസ്ഫോർമേഷൻ സെക്ഷന് വേണ്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നപ്പോൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സമയം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അല്ല, ഇതല്ല, ഞാൻ കഴിഞ്ഞ ഡിസംബറിലെ കാര്യമാണ്. കഴിഞ്ഞ ഡിസംബറിൽ ന്യൂ ഇയർ സെഷൻ സ്പെഷ്യലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. 2023 ഡിസംബറിൽ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്, കുറച്ചധികം പേരുണ്ട്. അവരൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇന്ന രീതിയിലാണ് 2024ലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, ഇന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, അതിന് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകണം എന്നൊക്കെ നമ്മൾ നിർത്തിയിരുന്നു. അതുകൂടാതെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് റീഷെഡ്യൂൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എന്തെത്തി എന്നൊക്കെ നോക്കിയിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ രണ്ടും? ഡിസംബറിൽ പറയുമ്പോൾ ഇല്ല. എന്നാൽ ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മതി സർ. അതായത് ഈ പ്രവർത്തിക്കുമ്പോഴല്ലേ ഈ എത്തലും പുരോഗതിയൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? പ്രവർത്തിക്കാത്തൊരു സാധനത്തിന് ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എനിക്ക് പറയാം, 2023 ഡിസംബറിൽ നമ്മൾ പ്ലാൻ ചെയ്തതിനനുസരിച്ച്, ഞാനല്ല പ്ലാൻ ചെയ്തത്, നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതനുസരിച്ച് 2024 എങ്ങനെ എത്തണം, എന്ത് ചെയ്യണം, എങ്ങനെ എത്തിച്ചേരണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഏകദേശം 70% അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 30% ബാക്കിയുണ്ട്. അത് എത്തിയിട്ടില്ല, ഒരു സംശയമില്ല. പക്ഷേ ഈ 70% എങ്ങനെ സാധിച്ചു എനിക്ക്? കാരണം ഞാൻ 2023 ഏൺ ചെയ്തതിൻ്റെ ഡബിൾ, ഏകദേശം ഇരട്ടിയോളം 2024 ഏൺ ചെയ്ത് കഴിഞ്ഞു. ഏത് വഴി എന്നുള്ളതല്ല, ഏത് വഴിയിലൂടെ ഏൺ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഞാൻ ബാക്കി ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ടാർഗറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു. അതനുസരിച്ച് എക്സ്പെർട്ട് അല്ലയോ? എങ്ങനെ എക്സ്പെർട്ട് ആവുന്നത്? അതൊന്ന് പറഞ്ഞേ. എന്താണ് എക്സ്പെർട്ടൈസ് എന്ന വാക്കിന്റെ അർത്ഥം? എന്ത് കാര്യം നിരന്തരം ചെയ്യുന്നുവോ അതും ശ്രദ്ധയോടുകൂടി, അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് കാര്യം നിരന്തരമായിട്ട് ചെയ്യുന്നു, അവിടെയാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ആവുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെർട്ടൈസ് ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. ഇത് വേറെ ആർക്കും പറ്റില്ല എന്നുണ്ടോ? സന്തോഷിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. ഇത് പറ്റില്ലേ? ആർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. യെസ്, എല്ലാവർക്കും പറ്റും. പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും വേണം എന്നുള്ളവർക്ക് എല്ലാവർക്കും പറ്റും, അല്ലേ? ഈ വേണം എന്നുള്ളത് തോന്നും, ഞങ്ങൾക്കൊക്കെ അത്യാവശ്യമാണ് വേണം എന്നൊക്കെ തോന്നും. പക്ഷെ വേണം എന്ന് തോന്നല് ശക്തമാവണമെങ്കിൽ അതിനായിട്ട് പ്രയത്നിക്കുമ്പോഴേ നടക്കൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 2025 വാക്ക് അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത്? ഇത് ചോദ്യത്തിന് ഞാൻ ഒന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സകല സാധനങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തരുന്നുണ്ട്. പക്ഷേ അത് വേണമോ വേണ്ടയോ, നടപ്പാക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം
ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഈ എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയർ ഉണ്ടാകണം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഈ ഫയർ ഉണ്ടായ പോലെ അതിന് പണിയെടുക്കാൻ തയ്യാറാണ്. വെറുതെ അല്ല, എഫേർട്ട് എടുക്കണം. ഈ എഫേർട്ട് എടുക്കുന്നവർക്കുള്ളതാണ് ഈ പറഞ്ഞ എക്സ്പെർട്ടീസും സക്സസ്സും ഈ പറഞ്ഞ പോലെ പണവും സമ്പത്തും ഒക്കെ ഉള്ളത്. നമ്മളുടെ ചിന്തകളാണ്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റാണ് നമ്മളെ എവിടെയും സക്സസ് ആക്കുന്നത്. ഈ ചിന്തകൾക്ക് ആദ്യം വേണ്ടത് നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സിൻ്റെ മസിൽ പൊട്ടിച്ചു വിടുക എന്നതാണ്. മനസ്സിൻ്റെ മസിൽസ് കെട്ടഴിച്ചു വിടണം. ഇപ്പോഴും നോക്കിയേ, എന്താണ് നമുക്ക് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അത് നേടും? എനിക്ക് ഇന്നതാണ് എൻ്റെ ലൈഫിൽ വേണ്ടത്. നോക്കിക്കേ, ലൈഫിൽ സക്സസ് ആയ ആൾക്കാരൊക്കെ നോക്കിയേ, ഒരു സംശയം വേണ്ട, അവർക്ക് കൃത്യമായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അല്ല, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന പോലത്തെ ലക്ഷ്യമല്ല. ഇപ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര നേടിയിരിക്കണം, അല്ലെങ്കിൽ ഉദാഹരണം, എനിക്കിപ്പോൾ അടുത്ത മാസം ഒരു 2 ലക്ഷം രൂപ കടം വേണമെന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷ്യമാണ്. അത് നേടാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധ്യതയുണ്ട്, എവിടെന്നെങ്കിലൊക്കെ നേടാൻ പറ്റും, ഒരു സംശയം വേണ്ട. അതും ഒരു ലക്ഷ്യമാണ്. എന്ന് വെച്ചാൽ മോശം ലക്ഷ്യമാണെന്നല്ല, അതൊരു ലക്ഷ്യമാണ്. ഇതുപോലെ സക്സസ് ആവാൻ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം എന്ന് ഡിസൈൻ ചെയ്യാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇതാണ് ആദ്യം നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. എനിക്ക് ഇന്ന കാലം കൊണ്ട് ഇത് നേടണം എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങും. അതായത് പണം നമ്മളിലേക്ക് വരുന്നത്, പണം അല്ല, എന്തും നമ്മളിലേക്ക് വരുന്നത് ആവശ്യക്കാരിലേക്ക് മാത്രമേ വരൂ. വെറും ആവശ്യക്കാരിലേക്ക് വരില്ല, ആ ആവശ്യത്തിനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളവരിലേക്ക് വന്നു. അത് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നോക്കിയാൽ മതി, ഓരോരുത്തരുടെ ലൈഫിലേക്ക് നോക്കിയാൽ മതി. ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി പണം ആവശ്യമായിട്ട് വന്നാൽ കയ്യിലില്ലെങ്കിൽ പോലും അത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിരിക്കും. അത് കടം മേടിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിലൂടെ ആ പണം, അതിനാവശ്യമായിട്ടുള്ള പണം നമ്മൾ സമാഹരിച്ചിട്ടുണ്ടാകും നമ്മുടെ ലൈഫിൽ, ഒരു സംശയമില്ല കാര്യത്തിലുണ്ട്. അപ്പോൾ ആ ആവശ്യബോധം അത്രയ്ക്ക് തീവ്രമായതുകൊണ്ട് നമ്മൾ അത് നേടിയെടുത്തു. ഇതേ ആവശ്യബോധം ഇനി അങ്ങോട്ട് 2025 നമുക്ക് വരും. സത്യത്തിൽ എന്തിനും ഏതിനൊരു പെയിൻ ഉണ്ടാവണമെന്ന് പറയാം. ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു പെയിൻ, ഒരു വേദന നമുക്കുണ്ടാകും. ആ വേദന ഉള്ള കാര്യം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അത് നേടിയെടുത്തിരിക്കും. ഇപ്പോൾ അച്യുത് സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പണം ഉണ്ടാക്കണം, സക്സസ് ആവണം, വെറും ഒരു സക്സസ് ആണ് അച്യുത് സാറിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന്റെ ലൈഫിലെ അംബിഷൻ, ടാർഗറ്റ്, ഗോൾ എന്താണ്? ഉദ്ദേശിക്കുന്ന എമൗണ്ട് ആവാം, അല്ലാതെ ആവാം, എന്തുമാകാം. ലൈഫിലാണ് ഉദ്ദേശിച്ചത്, 1-2 വർഷത്തെ അല്ല. എന്തോ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. ഏതാ? 3 lakh crores എന്നുള്ള കണക്കിലാണ് ഞാൻ പോകുന്നത് ലൈഫിൽ. 3 lakhs ക്രോസ്. ആ, ഇതാണ്. കുറെ വർഷത്തിന് ശേഷമുള്ളതാണ്. അതെന്തോ ആവട്ടെ, എത്ര വർഷം, എത്ര കാലാവധി എന്നൊന്നും അല്ല. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ടാർഗറ്റ് കയ്യിലുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? ഇനി 50 ലക്ഷത്തിന് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാവൂ? എന്തുകൊണ്ടാ? ടാർഗറ്റ് ഉണ്ട്, അപ്പൊ അത്രയും വർക്ക് ചെയ്യേണ്ടി വരും. എന്നാ അടുത്തുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചേ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവുമെന്ന് ചോദിച്ചേ. വീടിനടുത്തുള്ള ആരോടെങ്കിലും ആവും. ഹാപ്പി ആവുന്നവർ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും, ഇല്ലേ? അവർക്ക് ജീവിതത്തിൽ 50 ലക്ഷമോ അതിന്റെ മുകളിലേക്ക് നേടാൻ പറ്റും തോന്നുന്നുണ്ടോ? നേരത്തെ പറഞ്ഞാൽ പിന്നെ വേണം ലോട്ടറി അടിക്കണം. ലോട്ടറി അടിച്ചാലും കയ്യിൽ വന്നു പിന്നെ 1-2 വർഷത്തിനുള്ളിൽ പോകുന്ന ചരിത്രമേ ഉള്ളൂ. പക്ഷേ അച്ചു സാറിന് 3 lakhs crore ആണ് ലൈഫിലെ ടാർഗറ്റ് എന്ന് വെക്കുക. ഇതിന്റെ 3-1 നേടാൻ പറ്റില്ലേ? മിനിമം പറ്റില്ലേ? പറ്റും. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. എന്തായാലും അച്ചു സാറിന് മറ്റേ ഈഗോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം. അതായത് 3 ലക്ഷം കോടി ടാർഗറ്റ് ഇട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ശരാശരി
നമ്മൾ എന്തുമാത്രം ഏണിങ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനൊരു വഴി എന്നല്ല, ഇതിന് സാറിൻ്റെ മൈൻഡിലുള്ള ഏകദേശം ഒരു പിക്ചറാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു 2 to 5 years സാറ് ഫൗണ്ടേഷൻ ഒരുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. 2 മുതൽ 5 വർഷം കൊണ്ട് സാറ് ഈ ടാർഗറ്റാണ് ഏകദേശം ഒരു 70 വയസ്സിനുള്ളിൽ നേടേണ്ടത് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 70 വയസ്സിനുള്ളിൽ 3 ലക്ഷം കോടി ഏൺ ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പം എത്ര ഏജാ? 23, 24? 23 വയസ്സ്. അപ്പോൾ അടുത്തൊരു 2 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇത്രയും എമൗണ്ട് നേടാനുള്ള ഒരു ഫൗണ്ടേഷൻ, അതായത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ സ്കില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തേണ്ടി വരും. അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാക്കാനുള്ള സ്കില്ല് വളർത്തേണ്ടി വരും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. കാരണം ഇത്രയും വലിയ ടാർഗറ്റുള്ള ഒരാളെ സംബന്ധിച്ചോളം ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് റൈറ്റോ റോങ്ങോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. നമുക്ക് വേണ്ട ഒരു ഡിസിഷൻ എടുക്കാൻ സെക്കൻഡുകൾ പോലും സമയം എടുക്കരുത് ഇത്തരം ടാർഗറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരം ഫൗണ്ടേഷൻ എടുക്കാനായിട്ട് ഒരു 2 മുതൽ 5 വർഷം വരെ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 5 വർഷത്തിന് ശേഷം അടുത്തൊരു 5 years എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ആ ഏരിയയിലൂടെയൊക്കെ ഇറങ്ങി നോക്കും, ഒരു സംശയം വേണ്ട. അതിൽ നിന്നും ഒരു 2 or 3 കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതുമായിട്ടായിരിക്കും പിന്നീടുള്ള യാത്ര. അങ്ങനെയും നോക്കി വെച്ചിട്ടുണ്ട് സാർ. ഇത്ര ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല ഏരിയയിലോട്ട് ഇറങ്ങുന്ന ഐഡിയയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതിലേക്ക് എത്തൽ അത്ര എളുപ്പമല്ല. കാരണം 3 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല ആ ടാർഗറ്റ്. പക്ഷേ ആ ചെറുതല്ല എന്നുള്ള കാഴ്ചപ്പാട് നമ്മളിലേക്ക് ആദ്യം വരുന്നു. ഇത് സാധാരണ ഒരു ടാർഗറ്റ് അല്ല. ഈ സാധാരണ ടാർഗറ്റ് എനിക്ക് വേണമെങ്കിൽ വെറുതെ പറയാം, 1 ലക്ഷം കോടി ഉണ്ടാക്കണം എന്ന് വെറുതെ പറയാം. ഈ വെറുതെ പറയുന്നതും ഇത് വേണമെന്നുള്ള ആവശ്യബോധത്തോടു കൂടി പറയുന്നത് രണ്ടാണ്. അപ്പോൾ ഇത് വേണമെന്നുള്ള ആവശ്യബോധത്തോടു കൂടി പറയുമ്പോൾ ഞാൻ ആദ്യം തിരിച്ചറിയുന്നു, ഇത് നേടണമെങ്കിൽ ഇപ്പോഴത്തെ എന്നെ കൊണ്ട് പറ്റില്ല. ഈ ഞാൻ മാറിയേ മതിയോ. ജോസഫ് സാറ് പറഞ്ഞാല് മാറ്റം എന്നിലാണ് സംഭവിക്കുന്നത്. ആ എന്നിലുള്ള മാറ്റമാണ് എൻ്റെ സറൗണ്ടിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. അല്ലാതെ എൻ്റെ സറൗണ്ടിങ്, എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറിയിട്ട് ഞാൻ മാറാന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്തെ പിന്നെ മാറലുണ്ടാവുള്ളൂ. ഒരൊറ്റ സ്ഥലത്തെ പിന്നെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മാറുന്നു, അതിനുശേഷം നമ്മളുടെ ചുറ്റുപാട് മാറുന്നു. ഈ മാറ്റത്തിലൂടെ മാത്രമേ നേരത്തെ പറഞ്ഞ് ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്, എന്താ നിങ്ങളുടെ ലൈഫിൽ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് നോക്കുക. ഈ ടാർഗറ്റ് ഒരൊറ്റ സംശയം വേണ്ട, മെച്ചപ്പെടലുകൾ നമ്മളിലാണ് സംഭവിക്കേണ്ടത്. നമ്മളിൽ മെച്ചപ്പെടലുകൾ സംഭവിക്കുമ്പോഴാണ് ബാക്കിയുള്ള ഈ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടലും നമ്മളുടെ ചുറ്റുപാടുകളിൽ മാറ്റം വരുത്തേണ്ടതും നമുക്ക് വേണ്ട എന്തും നേടിയെടുക്കലും നമ്മളുടെ മെച്ചപ്പെടലിലൂടെ മാത്രമേ സാധിക്കൂ. ഞാൻ വീണ്ടും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ അച്യുത് സാറിന്റെ ഈ വാക്കുണ്ടല്ലോ, 3 ലക്ഷം കോടി നേടണം എന്നാണ് ലൈഫിലെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഈ വാക്ക് ഈ ക്ലാസ്സിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 5 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം പോയ 10 പേർക്ക് മാത്രമേ ഇത് സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 90% ആളുകൾക്കും ഇത് അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം ചെറുതല്ല, നമുക്കറിയാം 100 കോടി 200 കോടി 50 കോടി അതൊന്നും അല്ല അച്യുത് സാർ പറഞ്ഞത്, 3 ലക്ഷം കോടി എന്നാണ്. എന്തുകൊണ്ട് അച്യുത് സാറിന് 1 ലക്ഷം കോടി എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ 5 ലക്ഷം കോടി എന്ന് പറഞ്ഞില്ല? 3-ൽ എന്താണ് നിർത്തിയത്? അതായത് അതൊരു റൗണ്ട് ഫിഗർ അല്ലല്ലോ 3 എന്ന് പറയുന്നത്. അപ്പൊ വെൽ കാൽക്കുലേറ്റഡ് ആണത്. റൗണ്ട് ഫിഗർ 1 ലക്ഷം കോടിയാണ്, അല്ലെങ്കിൽ 1000 കോടിയാണ്, 500 കോടിയാണ്, 5 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ഫിഗർ ആണ്, അത് കാൽക്കുലേറ്റഡ് അല്ല. അത് ഒരു സ്വപ്നം, ആഗ്രഹം. ഇത് പക്ഷേ വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഈ കാൽക്കുലേഷൻസ് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എനിക്കറിയില്ല. ഒരു 5-10 പേർക്ക് മാത്രമേ ഈ ഒരു എമൗണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ സാധ്യമാണെന്നുള്ള ചിന്ത ഉണ്ടാവും. ബാക്കി എത്ര പേർക്ക് ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് ഓക്കെയാണെന്നൊക്കെ പറയും. പക്ഷേ അത് ഉൾക്കൊള്ളുക എന്നുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. അത് എനിക്ക് അതിനേക്കാൾ സന്തോഷം തന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത് പറയാൻ ഈ അച്യുത് സാർ ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. സാധാരണ എത്ര പേര് പറയും എനിക്ക് 3 ലക്ഷം കോടി എൻ്റെ ലൈഫിൽ ഏൺ ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുള്ളത്? എത്ര പേര് ആത്മാർത്ഥമായിട്ട് മറ്റാരോടും ചോദിക്കാതെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു 10 പേർക്ക് 10 പേർക്ക് അപ്പുറം കാണില്ല.
സാറ് ഞാൻ കൊണ്ടുപോകാൻ അത്ര നമുക്ക് എത്ര എന്നെ കൊണ്ട് 5,000 crores 5,000 കോടി. യെസ് അതെ won't have taken it seriously. ഓക്കെ, അത് തന്നെയാണ്. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 50 കോടി ലൈഫിൽ ടാർഗറ്റ് വെച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുമോ 3 ലക്ഷം കോടി എന്നുള്ളത്? ഒരിക്കലും അതിനേക്കാൾ ഉപരി ചിന്തിച്ചേ, അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ പോലും, അതിനുള്ള ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ടെങ്കിൽ പോലും, അദ്ദേഹത്തിന് 3 ലക്ഷം കോടി നേടാൻ സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റി മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് അത് ശ്രമിച്ചാൽ കിട്ടുമെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സാധിക്കും? ഇല്ല. എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും നമ്മളുടെ കൺമുമ്പിൽ കൊണ്ടുവച്ചാലും അതിനായിട്ട് അത് നമുക്ക് എടുക്കാൻ തോന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതെടുക്കാൻ തോന്നണമെങ്കിൽ അതിനേക്കാൾ വലിയ ആഗ്രഹമുള്ള ആവശ്യമുള്ള ആൾക്കേ അത് തോന്നും. അതല്ലാത്തവരെ സംബന്ധിച്ചോളം എനിക്ക് ഇത് മതി എന്നുള്ള ചിന്തയിലൊതുങ്ങും. അത് തെറ്റൊന്നുമല്ല. ഞാൻ പറയുന്ന എനിക്ക് ഇത് മതി എന്ന് പറയുന്ന ചിന്തയിലൊതുങ്ങുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ എത്രത്തോളം ശേഷി നിങ്ങൾക്കുണ്ടോ അത്രത്തോളം നേടിയിരിക്കണം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ശേഷിയില്ലാത്ത ഒരു മനുഷ്യനില്ലെന്ന് ഞാൻ പറയും. മൈൻഡ് സെറ്റ് ഇല്ലാത്ത കുഴപ്പമില്ല. ശേഷിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല ലോകത്തിൽ. പണം സമ്പാദിക്കാൻ ശേഷിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അത് മനുഷ്യനില്ലെന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങളുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും. മറ്റു അസുഖങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മാനസികമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ശേഷി ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ എത്തില്ലെന്ന് വരും. അതല്ലാതെ ഒരു സാധാരണ മനുഷ്യന്, ഏതൊരു മനുഷ്യനും എന്ത് വേണമെങ്കിലും നേടാനുള്ള ഒരു സാധ്യതയുള്ള ലോകത്താണ്. പക്ഷേ ആ നേടാനുള്ള വൈദഗ്ധ്യം, സ്കിൽ, മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ ആ ആവശ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇലോൺ മസ്കിന്റെ ഇന്നത്തെ ആസ്തി എത്രയാണ്? ആരെങ്കിലും നോക്കിയായിരുന്നോ? 400 ബില്യൺ ഡോളർ. അതായത് ഏകദേശം എത്ര ഡോളറായി? അപ്പോൾ 400 ബില്യൺ എന്ന് പറഞ്ഞാൽ 40,000 കോടി രൂപയുടെ ആസ്തിയാണ്. രൂപയല്ല, ഡോളറിന്റെ ആസ്തിയാണ്. ഈ ഇലോൺ മസ്ക് ലൈഫ് തുടങ്ങിയത് എവിടെയെന്ന് അറിയാലോ എല്ലാവർക്കും. എവിടെ തുടങ്ങിയതാ? തോൽവികളിൽ നിന്നും തുടങ്ങിയതാണ്. ഫസ്റ്റ് റോക്കറ്റ് എത്രയോ റോക്കറ്റ് വിട്ട് അവസാനത്തെ റോക്കറ്റ് പോയി കഴിഞ്ഞാൽ നിർത്താന്ന് പറഞ്ഞിരുന്ന അവസാനത്തെ റോക്കറ്റ് എന്താണ് അറ്റ്മോസ്ഫിയർ ഇട്ട് പോയപ്പോൾ തുടങ്ങിയ അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. വലിയ ആസ്തിയൊന്നും പറയാനുണ്ടായിരുന്നോ? ഇല്ല. വലിയ ആസ്തിയൊന്നും പറയേണ്ടിരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം ചെറുപ്പം മുതലേ പണം ഉണ്ടാക്കാനുള്ള വഴികളെല്ലാം അന്വേഷിച്ചിരുന്നു. ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ഒരു കമ്പനി നല്ലൊരു എമൗണ്ടിനാണ് വിറ്റുപോയത്. അതിനുശേഷം തുടങ്ങിയ അടുത്തൊരു കമ്പനി വീണ്ടും വിറ്റ് കളയാണ് ചെയ്തത്. നല്ലൊരു എമൗണ്ടിനാണ് വിറ്റ് കളഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ സ്പേസ് എക്സും ടെക്സ്റ്റയും തുടങ്ങിയത്. 4ാമത്തെ കമ്പനിയാണ് സ്പേസ് എക്സും ടെക്സ്റ്റൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിരുന്ന കമ്പനികളൊക്കെ വിറ്റൊഴിവാക്കിയത് കൂടുതൽ പണം കിട്ടാൻ വേണ്ടി, അത് ആ പണം കൊണ്ട് വീണ്ടും വലിയൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി. ജസ്റ്റ് ഈ അദ്ദേഹത്തിന്റെ ജേണി ഒന്ന് ശ്രദ്ധിക്കുക. ചുമ്മാ മോട്ടിവേഷൻ ക്ലാസ് അല്ല ഇവിടെ വരുന്നത്. അതായത് ഇവിടെ യാത്ര ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തെ ഒരു കമ്പനി വിറ്റപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 22 മില്യനാണ്. അദ്ദേഹത്തിന് 341 മില്യൺ എങ്ങാണ്ടാണ് വിൽക്കുന്നതെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച്, 22 മില്യൺ കിട്ടുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്തു പോകുന്ന കമ്പനി ആയിരിക്കില്ലേ? അല്ലേ? നല്ല വരുമാനം കിട്ടുന്നുണ്ടാവുമല്ലോ. അതാണല്ലോ 22 മില്യൺ വാല്യുവേഷൻ വന്നത് ആ കമ്പനിക്ക്. അല്ലെങ്കിൽ 341 മില്യൺ വാല്യുവേഷൻ വന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകേണ്ട, അതുപോലെ നല്ല വരുമാനം കിട്ടുന്ന ഒരു കമ്പനി ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഇത് വിറ്റതിന് എന്താണ് നമ്മുടെ നാട്ടിൽ വിളിക്കുക? ഒരു ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു, നല്ല വരുമാനം ഉണ്ടാവും. നേരെ നോക്കി നടത്താൻ പറ്റാത്ത പുള്ളിക്കാരൻ വിറ്റ് കളഞ്ഞു അല്ലേ? അതെ. അതിനുശേഷം അടുത്തൊരു കമ്പനിയെ തുടങ്ങി. ഈ കമ്പനിയും അത്യാവശ്യം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു. 165 മില്യനാണ് അവിടെ ചെയ്തിരിക്കുന്നത്, വിറ്റപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു. ഇത് വിൽക്കാനും എന്തിന്റെ കുഴപ്പമാണെന്നല്ലേ ചോദിക്കുക? അല്ലേ? ഒന്ന് ചിന്തിച്ചേ. ഒരു സാധാരണക്കാരന് എന്തുകൊണ്ട് വലിയ നേട്ടങ്ങളിൽ എത്താൻ പറ്റുന്നില്ല? ഇതുപോലെ ഈ ബിസിനസ്സിനെ എല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത ഗ്രോത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സ്റ്റെപ്പ് അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് വേണ്ട, അടുത്ത സ്റ്റെപ്പ് മതി, എങ്കിലും മുകളിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ള ചിന്ത. അതുകൊണ്ട് ഒരു കമ്പനി തുടങ്ങി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് റൺ ചെയ്യുന്നു, അത് ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അത് ഒഴിവാക്കിയാലേ അടുത്ത റേഞ്ചിലേക്ക് വളരാൻ പറ്റൂ എന്നുള്ള ചിന്ത, ഈ ചിന്തയാണ് നമുക്കില്ലാതെ പോകുന്നത്. ഭയമാണ് അവിടെ നമ്മളെ സ്വാധീനിക്കുന്നത്. ഇതെങ്ങാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ഇത്ര കാലം കൊണ്ട് ആർജിച്ചെടുത്ത എൻ്റെ സ്വത്താണിത്, എൻ്റെ സമ്പത്താണിത്. ഇതെങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ചിന്ത ഇലോൺ മസ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം എവിടെ നിൽക്കായിരുന്നു? ആദ്യത്തെ കമ്പനിയായിട്ട് മുന്നോട്ട് പോകും. കൂടിപ്പോയാൽ പേപ്പാലും കൂടെ ഉണ്ടാവും. കാരണം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന കമ്പനിയാണ് പേപ്പാൽ എന്ന് പറഞ്ഞ കമ്പനി ബിസിനസ്, അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യം വരില്ലായിരുന്നു, ഒരു മനുഷ്യന് ആവശ്യമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം 400 ബില്യൺ ആസ്തി നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇന്നുള്ളതിൽ തൃപ്തിയാകരുത് നാളെ. ഇന്ന് നേടിയത് നാളത്തേക്കുള്ള സ്റ്റെപ്പ് മാത്രമായിട്ടേ കണക്കാക്കാവൂ. ഈ സ്റ്റെപ്പിലൂടെ അടുത്ത സ്റ്റെപ്പ്, നാളെ ഞാൻ നേടുന്നത് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് മാത്രമായിരിക്കണം. ഇങ്ങനെ ഈ സ്റ്റെപ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ പോലെ 1 ലക്ഷം കോടിയോ 3 ലക്ഷം കോടിയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഈ ഇലോൺ മസ്കിനെ പോലെ എന്തുകൊണ്ടും ആർക്ക് വേണേലും ആയിക്കൂടെ? എന്തുകൊണ്ട് ഫേസ്ബുക്കിന്റെ സക്കർബർഗൊക്കെ ഇപ്പോഴും വലിയ പരിധിക്കപ്പുറം റിസ്ക് എടുക്കാതെ പോകുന്നത്? മൈൻഡ് സെറ്റ് ഇല്ല, സമ്പാദിച്ച് നഷ്ടപ്പെടുത്താനുള്ള ഇല്ല. അത് അവരുടെ കാലഘട്ടത്തിൽ വലിയൊരു ബൂമിങ് നടത്തിയ ഒരു ഇൻഡസ്ട്രിയിൽ അവർ തുടക്കകാലത്ത് ഉണ്ടായിരുന്നു. അവർ വലിയ കാഴ്ചപ്പാടോട് കൂടി ഇറങ്ങി, അതങ്ങ് വളർന്നു പോയി എന്നുള്ളൂ. പക്ഷേ ഇലോൺ മസ്കിന്റെ ലൈഫ് അതല്ല, വളർന്നു പോയതല്ല അദ്ദേഹത്തിന്റെ ലൈഫ്. അദ്ദേഹം അതിനെ വളർത്തിക്കൊണ്ടുവന്നു. മറ്റത് വളർന്നു പോയി, അതിന് പറ്റിയൊരു അന്തരീക്ഷം വന്നപ്പോൾ വളർന്നങ്ങ് പോയി. ഫേസ്ബുക്ക് മെറ്റയൊക്കെ ആണെങ്കിൽ അങ്ങ് വളർന്നു പോയി. പക്ഷെ ഇലോൺ മസ്ക് അതല്ല. ഇലോൺ മസ്കിന്റെ യാത്രയെ വേറെ രീതിയിൽ. ഒരു പക്ഷേ ഇലോൺ മസ്ക് 0 ആയിപ്പോയിരിക്കാം, സാധ്യതയുണ്ട്. ഇലോൺ മസ്കിന് 0 ആവാനുള്ള ചാൻസ് പോലും ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ 400 കോടിയും അദ്ദേഹം ഫുൾ റിസ്ക് എടുത്തേക്കാൻ നാളെ. അതിനെ പറ്റിയൊരു മൈൻഡ് സെറ്റുള്ള ആളാണ് അദ്ദേഹം. അത് ചിലപ്പോൾ വലിയൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോകും. ഒരു ആസ്തി നേടാത്ത അദ്ദേഹത്തിന്റെ ലൈഫിലേക്കും അദ്ദേഹം പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതായത് വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ട മൈൻഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ടാർഗറ്റ് ഇതാണ്, എനിക്ക് ഇത് വേണം, ഇത് നേടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം സ്റ്റഡി പർപ്പസിലേക്കൊക്കെ പോകാനേ. എൻ്റെ ടാർഗറ്റ് ഒരു വർഷം കൊണ്ട് എൻ്റെ ക്യാപിറ്റൽ 100% ഗ്രോ ചെയ്യലാണെങ്കിൽ അതും നേടിയെടുക്കാനുള്ള ഈ ടാർഗറ്റാണ് ആദ്യം ഡിസൈൻ ചെയ്യേണ്ടത്. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വേണം അത് നേടിയെടുക്കുക. വെറുതെ നമ്മളിലേക്ക് വന്ന് ചേരില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഉള്ളിലുണ്ടാവും, എനിക്കത് വേണം തന്നെ ഉള്ളിലുണ്ടാവും. ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് വളരില്ല. വളരണമെങ്കിൽ നമ്മളത് തുറന്ന് ഡിസ്കസ് ചെയ്യാനോ പറയാനോ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം. ഒന്ന് ചിന്തിച്ച് എത്ര പേര് റെഡിയായി അച്ചു സാറിനെ പോലെ എനിക്ക് ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര നേടണം എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് എത്താൻ. ഇതാദ്യം, ഇതിന് ശേഷം മതി ബാക്കി എന്തും. അത് 100% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 60% ഉറപ്പായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുനിഞ്ഞിറങ്ങണം, പരിശ്രമിക്കണം. ഇതല്ലാതെ സ്വപ്നം കണ്ടു, ലക്ഷ്യം കൊണ്ടു, അത് എഴുതിയും വെച്ചു, അത് ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഓക്കെ ആയിരുന്നു, പക്ഷേ സാഹചര്യങ്ങളൊന്നും എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കില്ല. ഇപ്പോൾ ഇനിയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അത് തന്നെ റീക്രിയേറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവരുടെ മൈൻഡിൽ കഴിഞ്ഞ വർഷം എവിടെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം എങ്ങനെയാണോ നിങ്ങൾ ടാർഗറ്റ് ഡിസൈൻ ചെയ്തത്, നിങ്ങൾ എന്നല്ല നമ്മൾ 2024 എങ്ങനെയാണോ നമ്മൾ ടാർഗറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ 2025 ടാർഗറ്റ് ഡിസൈൻ ചെയ്യുക. സെയിം രീതിയിൽ എങ്ങനെ പോകണം എന്നാണോ നമ്മൾ കണക്കൂട്ടിയത്, സെയിം രീതിയിൽ അതിലേക്കുള്ള യാത്ര തുടരുക 2025. പക്ഷേ ഒറ്റ കാര്യം, ഇത് ആരംഭശൂരത്വമാകരുത്. ഇപ്പൊ നേരത്തെ ഞാൻ രാവിലെ ചോദിച്ചു, എത്ര പേര് പറഞ്ഞു ഞാനത് പരിശ്രമിച്ചു, ഞാൻ ഇത്ര ശതമാനം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത്? എത്ര പേര് പറഞ്ഞു? ശരിക്കും ഇത് കറക്റ്റ് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട സമയം 2024 ഡിസംബർ അവസാനിക്കാൻ പോകുന്നു. 2-3 ആഴ്ചയും കൂടെ ബാക്കിയുള്ളൂ. ഒരു വർഷത്തെ കണക്കെടുക്കാൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നതാണ് എങ്ങനെയാണ് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ നിമിഷം വെച്ച് നമ്മൾ പഠിക്കുന്നു. ഓരോ ദിവസം 1% എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പഠിക്കുന്നു, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പഠിക്കുന്നു, അതെങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് പഠിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പഠിച്ചതെല്ലാം അലമാരിക്കകത്ത് വെച്ച് കൂട്ടിക്കൊണ്ടിരുന്നാൽ 2025 ഇങ്ങനെ കടന്നുപോകും. 2024 എങ്ങനെ പോയോ, 2023 എങ്ങനെ പോയോ അങ്ങനെ പോകും 2025. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങാം.
അതിന്റെ ഭാഗമാകട്ടെ നേരത്തെ പറഞ്ഞത്. അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഓരോ ദിവസവും ഞാൻ എങ്ങനെ അത് പരിശ്രമിക്കണം, ഓരോ ദിവസവും ഞാൻ എങ്ങനെ അതിനുവേണ്ടി ചെലവഴിക്കണം, ഈ ഒരു കറക്റ്റ് കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നേടിയിരിക്കും. കാരണം ഞാൻ അങ്ങനെ നേടിയതാണ്. വെറുതെ ആഗ്രഹവും സ്വപ്നവും മനസ്സിൽ കൊണ്ടുവച്ചിട്ടല്ല, അതിനായിട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ. പരിശ്രമിക്കുമ്പോൾ ഒരു സംശയം വേണ്ട, തുടക്കത്തിൽ പരാജയം മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, അവിടെ ഇട്ടിട്ട് പോകാതിരുന്നാൽ മതി. പരാജയപ്പെടുമ്പോൾ ഇട്ടിട്ട് പോകാതിരുന്നാൽ മാത്രം മതി. പരാജയം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മുടെ തോമസ് സാറിന്റെ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, വളവിൽ വണ്ടി ഉണ്ട് എന്ന് ശ്രദ്ധിച്ചോടിക്കണം. അതായത് വളവ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഉറപ്പിച്ചോളൂ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ട്, അതനുസരിച്ച് കെയർഫുൾ ആയിട്ട് ഓടിച്ചാൽ ആക്സിഡന്റ് കുറയും. ഇതുപോലെ ഓപ്പോസിറ്റുള്ള ഡ്രൈവറും കരുതിയാൽ മതി, വളവിൽ വണ്ടി ഉണ്ട്, ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെന്നുള്ള ചിന്തയോട് കൂടി പോയാൽ ആക്സിഡന്റുകൾ പല മടങ്ങ് കുറയും. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഡിസൈൻ ചെയ്യണം. എനിക്ക് അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ന രീതിയിലാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിന് ഓരോ ദിവസവും ഞാൻ എങ്ങനെ പരിശ്രമിക്കണം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും, നമുക്കറിയാം നമ്മൾ ടാർഗറ്റ് ഇട്ട് വർക്ക് ചെയ്യുന്നവരാണ്, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അതിനായിട്ട് പരിശ്രമിക്കണം. ഒരു ദിവസം എത്ര മണിക്കൂറാണെന്ന് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ്. അതായത് നമുക്ക് 24 മണിക്കൂറാണ് നമുക്ക് ലൈഫിൽ നമുക്കറിയാം. അതിൽ ബാക്കി സമയമെല്ലാം നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക്, നമ്മുടെ റെഗുലർ ഇൻകത്തിന് വേണ്ടിയുള്ള സോഴ്സിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര മണിക്കൂറെങ്കിലും പണിയെടുക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ പിന്മാറിയാലാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കുള്ളൂ. ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ് നടന്നു പോകും, ഒരു സംശയമില്ല. ഡെയിലി ഉള്ള ആക്ടിവിറ്റീസ് നടന്നു പോകും, നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, എൻ്റെ നല്ല നാളേക്ക് വേണ്ടി, എൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി, സാമ്പത്തിക വർഷം എൻ്റെ അടുത്ത കാലത്തേക്ക് വേണ്ടിയിട്ട്, ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്ന് ഡിസൈൻ ചെയ്താൽ അതിന് ചെലവഴിച്ചിരിക്കണം. അത് ചെലവഴിച്ചില്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല എന്നർത്ഥം. അത് എങ്ങനെയും ആകാം, പണം ഉണ്ടാക്കാനാകാം, അടുത്തൊരു കാര്യത്തിനാകാം, ഞാൻ അടുത്തൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്തൊരു സ്കിൽ, മറ്റൊരു തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാവും, മറ്റൊരു ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാവും, എന്തുമാകാം. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലാതെ നമ്മളുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഇത്ര മണിക്കൂറെങ്കിലും മാറ്റിവെച്ചിരിക്കണം. അത് മാറ്റിവെക്കാത്തിടത്തോളം കാലം നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ 2024 പറഞ്ഞ പോലെ നമ്മൾ സ്വയം മനസ്സിലേക്ക് കൊടുത്തതുപോലത്തെ എക്സ്ക്യൂസുകൾ 25-ൽ ഉണ്ടാകരുത്. എക്സ്ക്യൂസുകൾക്കുള്ള സമയമല്ല 2025. കാരണം നമുക്കറിയാം, ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടില്ല, ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് കളയാനില്ല. ധൈര്യമായിട്ട് ഓരോരുത്തരും അവരവരുടെ ടാർഗറ്റ് ഡിസൈൻ ചെയ്യുക. ഒരു 2 ദിവസം അതിനിടങ്ങ് മെനക്കെട്ടേക്ക്. 2025 ഞാനിപ്പോൾ 2024 ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ സാഹചര്യം എന്ന് നോട്ട് ചെയ്യുക. 2025 ഞാൻ ഇന്നത് നേടിയിരിക്കും. അത് എന്തുമാകട്ടെ, പുതിയ ഡിഗ്രി എടുക്കലാവട്ടെ, പുതിയ സാമ്പത്തിക നേട്ടങ്ങളാവട്ടെ, പുതിയ വീടെടുക്കലാവട്ടെ, വാഹനം എടുക്കലാവട്ടെ, വാട്ടവർ എന്തുമാവട്ടെ, നിങ്ങളുടെ ടാർഗറ്റ് അത് നോട്ട് ചെയ്തേക്കുക. വെറുതെ നോട്ട് ചെയ്ത പോരാ, ഡ്രീം മാത്രം ഉണ്ടായ പോരാ, അതിലേക്കുള്ള ഡയറക്ഷൻ, ഇന്ന വഴിയിലൂടെയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത് എന്നുള്ളത് ഡിസൈൻ ചെയ്യുക. അത് ഫോക്കസ്ഡ് ആയിരിക്കുക, അത് ഡിറ്റർമിനേഷനോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. 2025 ഇന്ന് ഞാൻ സംസാരിച്ചതുപോലെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. 2024 ഞാൻ ഡിസൈൻ ചെയ്തതനുസരിച്ച് എനിക്ക് 25ലേക്ക് എനിക്ക് ഇവിടെ എത്തി. ഇത്ര ശതമാനം പോട്ടെ, ഒരു 50% മതിയേ. 50% നമ്മൾ നേടിയാൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. ഒന്നും നേടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനായിട്ട് ഒന്നും ചെയ്തില്ല എന്നർത്ഥം. ഒരു ശരാശരി ഒരു 50% ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ചെയ്തിരിക്കണം. എവിടെയുമാകട്ടെ, ഏത് ഭാഗത്തുമാകട്ടെ, ഏത് ഏരിയയിലുമാകട്ടെ. പക്ഷേ ആ ഇമ്പ്രൂവ്മെന്റിനായിട്ട് ഒരു ദിവസം ചെലവഴിച്ചില്ല എങ്കിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ കരുതുക. അതുപോലെ തന്നെ ആദ്യം വേണ്ടത്, എവിടെയും എന്തിനെയും ഒളിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ പുതിയ ആളാണ്, എനിക്കൊന്നും അറിയില്ല. എല്ലാവരും പുതിയ ആൾക്കാർ തന്നെ, ആരും ഇവിടെ പഴയ ആളുകളൊന്നുമില്ല, എല്ലാവരും പുതിയ ആളുകൾ തന്നെ. എൻ്റെ അറിവല്ല ചിലപ്പോൾ മറ്റൊരാൾക്ക്. ഇപ്പൊ മറ്റേതെങ്കിലും മേഖലയിൽ ഒരാൾക്കുള്ള അറിവിന്റെ 1/4 ഭാഗം അല്ലെങ്കിൽ 10-1 ഭാഗം പോലും അറിവ് എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ മടിക്കരുത്. കാരണം അത് ചോദിക്കാൻ ഞാൻ മടിച്ചാൽ എനിക്കത് യോഗ്യതയില്ല എന്നർത്ഥം. ആ കാര്യം നേടിയെടുക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നർത്ഥം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ആരെ തൊട്ടടുത്ത് കാണുന്നു, ബിജു കമ്പർത്ത് സാർ. ബിജു സാറിനെ സംബന്ധിച്ചിടത്തോളം, ബിജു സാറിന്റെ പ്രൊഫഷനിൽ ബിജു സാർ അത്യാവശ്യം നല്ല എക്സ്പെർട്ടാണ്. ഈ ബിജു സാറിനെ സംബന്ധിച്ചിടത്തോളം, ബിജു സാറിന്റെ പ്രൊഫഷനിലേക്ക് എനിക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഞാൻ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനോട് അതിന്റെ സീക്രട്ടുകളും അതിന്റെ കാര്യങ്ങളും അതിനെ ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ മടി കാണിക്കരുത്. മടി കാണിച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് അങ്ങോട്ട് എത്താനുള്ള യോഗ്യതയില്ല എന്നാണ്. അപ്പോൾ
എനിക്ക് എന്താണോ ആവശ്യം അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അതിലേക്ക് പരിശ്രമിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ബിജു സാറിനേക്കാൾ നല്ല രീതിയിൽ എനിക്ക് അവിടെ സക്സസ് ആവാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ അത് സക്സസ് ആവണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ മനസ്സിന്റെ മസിൽസിനെ കെട്ടഴിച്ചു വിട്ട് ഫ്രീ മൈൻഡായിട്ട് ഇരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി ഇരുന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ചോദിക്കാനും പറയാനും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കാനും നമ്മൾ മടിക്കരുത്. പഠിക്കണം. അത് ഉള്ളവർക്കേ അത് നേടിയെടുക്കാൻ പറ്റൂ. എന്താണോ ആവശ്യം അത് ചോദിച്ച് മേടിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചു കഴിയുമ്പോൾ, ചോദിച്ച് മേടിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ പരിശ്രമം കൂടെ ആകുമ്പോഴേക്ക് നമ്മൾ നേടാതെ പോകില്ല. ഒരു 60% ഒരു കൃത്യമായിട്ടുള്ളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ട് 2025 എങ്ങനെ മാക്സിമം യൂസ് ചെയ്യാം, 2025 എങ്ങനെ നമ്മളുടെ ലൈഫിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു വർഷം നമ്മളുടെ ലൈഫിൽ ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത ഒരു നേട്ടം 2025 എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു വിഷൻ തയ്യാറാക്കുക, ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക.